സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരാനിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന്റെ ഒരു ചെറിയ സ്റ്റഡി പ്ലാൻ ആണ് ചെയ്യുന്നത്. നമ്മൾ ഇതിന് മുന്നേ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തിരുന്നത് 180 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ചെയ്തത്. കുറെ പേർക്ക് ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്, കുറെ പേർക്ക് അത് ഉപയോഗപ്പെട്ടു. ബാക്കി കുറെ പേർക്ക് എന്ത് ചെയ്യാ, ഈ ബാക്കിയുള്ള എക്സാംസിന്റെ ഇടയിൽ 10th മെയിൻസ്, ഡിഗ്രി പ്രിലിമിനറി എക്സാം, അതിന്റെയൊക്കെ ഇടയിൽ അതങ്ങ് വിട്ടുപോയി എന്ന് പറഞ്ഞവരും ഉണ്ട്. അത് കാര്യമില്ല, 10th മെയിൻസ് പോലെ തന്നെയാണ് നമ്മുടെ ഇതിന്റെ സിലബസ്. സോ അത് കുഴപ്പമില്ല. LDC 10th മെയിൻസ് എല്ലാം സെയിം അസിസ്റ്റന്റ് സെയിൽസ്മാൻ തന്നെയാണ് വരുന്നത്. പഠിക്കുന്നതുകൊണ്ട് അതിന് പഠിക്കുന്നു ഇതിന് പഠിക്കുന്നു എന്ന് പ്രത്യേകമായിട്ടൊന്നും ഇല്ല, എല്ലാത്തിനും പഠിക്കുന്നത് തന്നെയാണ്. അപ്പൊ ഇനിയും ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ആയി പോയവരുണ്ട്. ഇപ്പൊ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയം വന്നപ്പോഴാണ് ഇനി ഇത് പഠിക്കണമല്ലോ എന്ന് ഓർത്തത്. അങ്ങനെയൊക്കെ ഉള്ളവര് പഠിച്ചുകൊണ്ടിരുന്ന കുറച്ച് ബ്രേക്ക് ആയവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഒരു 3 month സ്റ്റഡി പ്ലാൻ വന്നിരിക്കുന്നത്. എന്ത് ചെയ്യാ, ഈ സ്റ്റഡി പ്ലാൻ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരു 3 മാസമേ ഉള്ളൂ. നമ്മുടെ ഓഗസ്റ്റ് മന്ത് PSC കലണ്ടറിൽ വന്നപ്പോൾ അതിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എക്സാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡേറ്റ് ഒക്കെ വരുന്നത് കൃത്യമായി കൺഫർമേഷനും ബാക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് ഫൈനലൈസ് ആയിട്ട് ഡേറ്റ് ഒക്കെ വരുള്ളൂ. അപ്പൊ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ആയിരിക്കും നമുക്ക് എക്സാം വരുന്നത്. 10th മെയിൻസ് പോലെ തന്നെയാണ്, LDC പോലെ അതുപോലെയാണ് നമുക്ക് എക്സാം ചോദിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല. സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊന്നും ഇല്ല. കഴിഞ്ഞ തവണയൊക്കെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു, ഇത്തവണ അതൊന്നും ഇല്ല. അതൊക്കെ ഞാൻ പറഞ്ഞതാണ്. എന്നാലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊന്നും ഇല്ല. LDC സെയിം സിലബസ് ആണ്. 10th മൈൻസ് പഠിച്ചവർക്കൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. അല്ല ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി വേണം പഠിച്ചു തുടങ്ങാൻ എന്നുള്ളവർക്കും കുഴപ്പമൊന്നുമില്ല. എന്ത് ചെയ്യാം, ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. 3 മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനൊന്നുമല്ല. എങ്കിൽ കൂടിയും പെട്ടെന്ന് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്കുകൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് എഴുതാൻ പറ്റും. പക്ഷെ അതിൽ കുറച്ചുകൂടി കഷ്ടപ്പെടേണ്ട, കുറച്ചുകൂടി സമയം എടുക്കേണ്ടി വരും കേട്ടോ. അല്ലാതെ ഈ LDC പഠിച്ചു, ഈ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന LDC 10th മെയിൻസ്, നമ്മുടെ ഡിഗ്രി ഒക്കെ എഴുതുന്ന മെയിൻ മാസത്തിലൊക്കെ ഒത്തിരി എക്സാം ഉണ്ട്, ഫോഴ്സിന്റെ എക്സാം, അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാ, ഇത് എക്സാം കഴിഞ്ഞിട്ട് ഇത് ആ ഒരു ഇതിലങ്ങ് നിർത്തി പോയാൽ മതി. അപ്പൊ എന്ത് ചെയ്യാം, ഒരു ടച്ച് വിടാതെ അതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം റിവൈസ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാനും എന്ത് ചെയ്യാം പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ. ഒറ്റ എക്സാമേ ഉള്ളൂ. 2026 മാർച്ച് മെയ് അതിനുള്ളിൽ എന്ത് ചെയ്യും, പുതിയ ലിസ്റ്റ് വരേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് എക്സാമും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ നടക്കും. എന്ത് ചെയ്യാം, പെട്ടെന്ന് ജോലി കിട്ടും. പ്രിലിംസ് മെയിൻസിന് വേണ്ടിയിട്ട് കാത്തൊന്നും ഇരിക്കേണ്ട. ഒറ്റ എക്സാമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് ജോലിയും കിട്ടും. നല്ല ജോലിയാണ്. നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ജോബ് പ്രൊഫൈലിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. 23,000 to 50,000 വരെയാണ് നമുക്ക് സാലറി വരുന്നതെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എവിടെയാണ് ജോലി കിട്ടാൻ സാധ്യതയുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് അതിന്റെ കട്ട് ഓഫ് നിയമന നിലയിൽ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു. നമുക്കിപ്പോ എന്ത് ചെയ്യാം, ഒരു 3 months ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ട് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് എന്ത് ചെയ്യാ, സിലബസ് കൃത്യമായി അറിഞ്ഞിരിക്കുക. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് സിലബസ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. ബാക്കിയുള്ളവർക്ക് അറിയായിരിക്കും, പഠിക്കുന്നവർക്ക്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ കാറ്റഗറി കോഡ് വരുന്നത് 527/2024. കൺഫർമേഷൻ ഇനിയും കൊടുക്കാത്തവരുണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുക. 11-ാം തീയതിയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് തീയതി. അതുവരെ കാത്തിരിക്കേണ്ട. അപ്പൊ എന്ത് ചെയ്യാ, വേഗം തന്നെ കൺഫർമേഷൻ കൊടുക്കുക. അപ്പൊ ചരിത്രം ചോദിക്കുന്നത് 5 മാർക്കിനാണ്. ഭൂമിശാസ്ത്രം 5, എക്കണോമിക്സ് 5, ഭരണഘടന 5, കേരളം ഭരണ സംവിധാനം 5, ജീവശാസ്ത്രം പൊതുജനാരോഗ്യം 6 മാർക്ക്, ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചേർന്ന് 6 മാർക്ക്, കലാ കായികം സാഹിത്യം അത് ഇച്ചിരി പഠിക്കാൻ ഒത്തിരി ഉണ്ട്, അതുപോലെ തന്നെ 5 മാർക്കിനുമാണ് ചോദിക്കുന്നത്. അതുപോലെ കമ്പ്യൂട്ടർ 3 മാർക്കിനാണ്. സുപ്രധാന നിയമങ്ങൾ 5 ആണ്. അപ്പൊ എല്ലാത്തിനും ഇപ്പൊ സുപ്രധാന നിയമങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് പ്രശ്നമല്ല, സാധാരണ പഠിക്കുന്നത് അതുപോലെ തന്നെ. LDC സെയിം പഠിച്ച് നിങ്ങൾ അതിനൊക്കെ പഠിച്ച സ്റ്റഡി പ്ലാൻ തന്നെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം. പിന്നെ ആനുകാലിക വിഷയങ്ങൾ, കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനാണ്. നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ടാണ് ഇതെല്ലാത്തിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും കറണ്ട് അഫയേഴ്സിന് കുറച്ച് വെയിറ്റേജ് കൂട്ടുകയും ചെയ്തത്. അതുപോലെ മാത്സും റീസണിങ്ങും കൂടെ ചേർന്നിട്ട് 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. അപ്പൊ ഇത് 30 മാർക്ക് ഉണ്ട്. അപ്പൊ ഇത് 30 മാർക്ക്, ഇത് 20 മാർക്ക്, എല്ലാം ഇത് ഇത്രയും തന്നെ 50 മാർക്ക്. ഒരു 45 മാർക്ക് കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കി എന്ത് ചെയ്യുക, ഒരു 20-30 മാർക്ക് ബാക്കിയുള്ളതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സുഖമാണ്. റാങ്ക് ലിസ്റ്റിൽ വരും. റാങ്ക് ലിസ്റ്റിൽ വരികയല്ല നമ്മുടെ ഉദ്ദേശം ലിസ്റ്റിൽ മേളിലേക്ക് വരികയും ജോലി ലഭിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. ലിസ്റ്റിൽ വരാൻ വേണ്ടി പഠിക്കുക. ഒരുപാട് പേര് പറയാം ലിസ്റ്റിലൊക്കെ വരുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല. ലിസ്റ്റില് വെറുതെ നമ്മൾ വന്നിട്ട് കാര്യമില്ല, താഴെയൊക്കെ ലിസ്റ്റിൽ വന്നിട്ട് കാര്യമില്ല. എന്ത് ചെയ്യുക, മേളിലേക്ക് വരിക. ജോലി നേടണമെങ്കിൽ മേളിലേക്ക് തന്നെ, അല്ലെങ്കിൽ ലിസ്റ്റൊക്കെ മറിഞ്ഞ് ബാക്കിയുള്ള വേക്കൻസി കഴിഞ്ഞ് കുറെ താമസിക്കും. ഓക്കെ, നമ്മൾ ലിസ്റ്റിൽ മേളിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക. ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റിൽ മേളിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക. കട്ട് ഓഫ് മാർക്ക് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞ്
റാങ്ക് ലിസ്റ്റിൽ മേലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കാം. സിലബസും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ ബാക്കിയുള്ള ഇത്രയും കാര്യങ്ങൾ തന്നെയാണ്, കുറച്ചധികം നന്നായിട്ട് ഇതൊക്കെ നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. കുറച്ചുകൂടി ഒന്ന് നോക്കുക. ഇപ്പോഴത്തെ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ കണ്ടതാണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കണ്ടതാണ്. ഇതിലും അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ഡിഗ്രി പ്രിലിമിനറിക്ക് ഞാൻ പറഞ്ഞതുപോലെ ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളം കുറച്ച് നന്നായിട്ട്, അതാകുമ്പോൾ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമ്മൾ എഴുതത്തുള്ളൂ. ആലോചിച്ച് എഴുതാൻ ഇരിക്കാറില്ല. നമുക്ക് കറക്റ്റ് അത് അറിയാമോ, അല്ലെങ്കിൽ മാത്സ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ചെയ്തിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്ന അതിലുണ്ടോ എങ്കിൽ മാത്രമേ നമ്മൾ അത് കറപ്പിക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ്, ഇത് നമ്മൾ വായിച്ചിട്ടുണ്ട്, നമുക്ക് അറിയാം, ഇത് തന്നെയായിരിക്കും ആൻസർ. എന്നിട്ട് നമ്മൾ ഓപ്ഷൻ ഇരുന്ന് വായിക്കും, ഇതായിരിക്കും. അതിൽ നിന്ന് 2 3 സോർട്ട് ചെയ്യും, പിന്നെ അതിൽ നിന്ന് 2 സോർട്ട് ചെയ്യും, അങ്ങനെ ഒരെണ്ണം. അങ്ങനെ ചിലപ്പോ അത് കുത്തുന്നത് എന്തായിരിക്കും, തെറ്റായിരിക്കും. അങ്ങനെ വെറുതെ കുത്താൻ വേണ്ടിയിട്ട് അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് അറിയെങ്കിൽ മാത്രം ആൻസർ കറപ്പിച്ചാൽ മതി. ഈ വലിയ വലിയ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഉണ്ടല്ലോ, അതിരുന്ന് വായിച്ച് അവസാനം ഒരു 10 മിനിറ്റ് ഒക്കെ എടുത്താണ് ചിലത് അത് വായിക്കുന്നത്. വായിച്ച് കഴിഞ്ഞിട്ട് അവസാനം വരുമ്പോ എന്ത് ചെയ്യാ, അതിന്റെ ആൻസർ അറിയില്ല. അപ്പൊ എന്ത് ചെയ്യാ, അത് വായിക്കേണ്ട എന്നല്ല, ബാക്കിയുള്ള നിങ്ങൾക്ക് അറിയുന്നതെല്ലാം അറ്റൻഡ് ചെയ്തതിന് ശേഷം വന്ന് വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയുന്നുള്ളത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതും എഴുതാൻ പറ്റില്ല, ഇതും പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, അത് നന്നായിട്ട് വായിക്കും. ക്വസ്റ്റ്യൻ ഒക്കെ എക്സാം ഹാളിൽ ഇരുന്നിട്ട് കുറച്ച് നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റി നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മനസ്സിൽ വേണം പഠിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാ, അവസാനം നമ്മൾ വായിച്ചു വരുമ്പോഴായിരിക്കും നമുക്ക് 3 അറിയായിരിക്കും, ലാസ്റ്റ് 1 അറിയില്ല. ഓപ്ഷനിൽ കിടക്കുന്നത് മുകളിൽ പറഞ്ഞവ എല്ലാം ആയിരിക്കും. വെറുതെ വായിച്ചിരുന്നത് സമയം പോയി. അതുകൊണ്ട് കൃത്യമായി അറിയാന്നുള്ളത് എല്ലാം മാർക്ക് ചെയ്യാതെ അത് കഴിഞ്ഞിട്ട് മാത്രം എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് വായിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഞാനൊരു 3 month സ്റ്റഡി പ്ലാൻ ആണ് പറയുന്നത്. അത് ഈ എല്ലാവർക്കും വേണ്ടിയിട്ട്, മീൻസ് ജോലിക്ക് പോകുന്നവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ജോലിക്ക് പോകുന്നവർക്ക് ടൈം കുറവായിരിക്കും. അല്ലാതെ PSC എക്സാമിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ബാക്കി എല്ലാം മാറ്റി വെച്ചിട്ട് PSC പഠിക്കാൻ, PSC ജോലിക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ 5 to 6 hours പഠിച്ചാൽ പോരാ. നിങ്ങൾക്ക് എത്രത്തോളം പറ്റും, ഒരു 8 9 എത്രത്തോളം പറ്റും, ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, എത്രത്തോളം പഠിക്കാൻ പറ്റും അത്രത്തോളം പഠിക്കുക. ഒരു 3 മാസം കുറച്ച് കഷ്ടപ്പെട്ടാൽ മതിയാവും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ഒരു 6 ദിവസം കൃത്യമായി പഠിക്കുക കേട്ടോ. 6 ദിവസം പഠിക്കുക. 7ാമത്തെ ദിവസം എന്ത് ചെയ്യുക, ഈ പഠിച്ചതെല്ലാം റിവൈസ് ചെയ്തിട്ട് വേണം പോവാന്. റിവൈസ് ചെയ്യാതെ ഈ 6 ദിവസം പഠിച്ച് 7ാമത്തെ ഞായറാഴ്ച അല്ലെങ്കിൽ എന്ത് ദിവസമായാലും പഠിക്കാതിരുന്നിട്ട് വീണ്ടും തിങ്കളാഴ്ച പുതിയ ടോപ്പിക് എടുത്തിട്ട് കയ്യിൽ, കാരണം നിങ്ങൾ പഠിച്ചതെല്ലാം നിങ്ങൾ മറന്നു. എക്സാം ഹോളിൽ നിങ്ങൾക്ക് ആ വാക്കൊക്കെ കാണുമ്പോൾ അറിയായിരിക്കും, ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ കൃത്യമായ ആൻസർ എനിക്ക് അറിയില്ല. അതാണ് എല്ലാവരുടെയും അവസ്ഥ. അതുകൊണ്ടാണ് പറയുന്നത് റിവൈസ് ചെയ്തിട്ട് പോവുക. അത് കൂടാതെ മാസത്തിലും ഒരിക്കൽ എന്ത് ചെയ്യുക, ഈ പഠിച്ചതെല്ലാം എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ 7th ഡേ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. 5 to 6 hours ഞാൻ പറഞ്ഞതേ ഉള്ളൂ, മിനിമം ആണ് 5 to 6 hours. ആ 5 to 6 hours കൃത്യമായി പഠിച്ചാൽ അത് മതിയാവും. പക്ഷെ എന്ത് ചെയ്യാ, കൂടുതലായിട്ട് പഠിക്കാൻ, അതായത് വേറെ ജോലിക്കൊന്നും പോവാത്തവര്, വീട്ടമ്മമാരുണ്ടാവും, എന്താണ് അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പഠിക്കാൻ ഉള്ളൊരു സമയം, അതിനാണ് ഞാൻ 5 to 6 hours, അത് മിനിമം ആണ് കേട്ടോ. പിന്നെ CA കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക, പത്രം വായിക്കുക. അതിനകത്താണ് ഇപ്പൊ ഒരുപാട് ചാനലുകൾ വഴിയും, നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലുകൾ വഴിയും ബാക്കി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് കിട്ടുന്നുണ്ട്. പല സോഴ്സിൽ വഴി കറണ്ട് അഫയേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ചലച്ചിറാപ്പിലും ഡെയിലി CA ഉണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ പഠിക്കുക. പിന്നെ ഒരു POയ്ക്ക് നിർബന്ധമായും ചെയ്തിരിക്കണം. ഡെയിലി ചെയ്തില്ലെങ്കിലും ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ചെയ്തിരിക്കണം. ഒരു 3 മാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഒരെണ്ണം ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഒരു ദിവസം ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് കേട്ടോ. POയ്ക്ക് അത്രയും നല്ലതാണ്. ഇപ്പൊ 3 മാസം, 1 മാസം കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ചെയ്ത് POയ്ക്ക് കൂടെ ചെയ്ത് നോക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, POയ്ക്ക് കൃത്യമായും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എങ്ങനെയെങ്കിലും LDCയുടെ ആ ഒരു 10th മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി ഒരു POയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു SCRT ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, പഠിക്കുകയല്ല, ജസ്റ്റ് ഒന്ന് വായിക്കാം. ഒരു SCRT ചാപ്റ്റർ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ. പിന്നെ മാത്സ് ഒരു ടോപ്പിക്, മാത്സ് അല്ലെങ്കിൽ റീസണിങ് ഏതാണെങ്കിലും ഒരു ടോപ്പിക് കൃത്യമായിട്ട് പഠിച്ചു പോകുക കേട്ടോ. ഒരുപാട് അങ്ങ് പഠിക്കണ്ട, എന്താണ്, അതായത് ഒന്നിൽ കൂടുതൽ പഠിക്കണമെന്നില്ല, ഒരു ദിവസം ഒരു ടോപ്പിക്ക് പഠിച്ചാൽ മതിയാവും. അത് എന്ത് ചെയ്യാം, ഫുൾ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മളിപ്പോ ഞാൻ ഒരു ടോപ്പിക് ഒരു ദിവസം പഠിക്കാൻ പറഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ കുറച്ച് ടോപ്പിക് എടുക്കുകയാണെന്ന് നോക്കിയോ, മാത്സില് വർക്ക് ആൻഡ് ടൈം എടുക്കുകയാണ്. അപ്പൊ ഇന്ന് വർക്ക് ആൻഡ് ടൈം പഠിച്ചു, അപ്പൊ നാളെ എന്ത് ചെയ്യാം, അടുത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കും. ഇത് കംപ്ലീറ്റ് ചെയ്യാതെ അടുത്ത് പോയിട്ട് കല. കാരണം വർക്ക് ആൻഡ് ടൈം നിങ്ങൾ പഠിച്ചു എന്നുള്ള വിചാരത്തില് എക്സാമിന് പോകുമ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ബുദ്ധിമുട്ടാണ്, അല്ലെ? പഠിക്കുകയും ചെയ്തു, ചെയ്യാനും പറ്റിയില്ല. ഓക്കെ, നമുക്ക് അറിയാം കുറച്ച് കാര്യങ്ങൾ, അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാം, പക്ഷെ എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിനേക്കാളും നല്ലത് എന്ത് ചെയ്യാം, ഒരു ടോപ്പിക്ക്
കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ മാത്സ് അല്ലെങ്കിൽ റീസണിങ്ങിന്റെ ഒരു ടോപ്പിക്. അപ്പൊ അത് 3 മാസം കൊണ്ട് പഠിക്കാനുള്ളൂ, അത് തീരും രണ്ടും കൂടെ. പിന്നെ ഇംഗ്ലീഷ് പഠിക്കാം. വൊക്കാബുലറി 5ഉം ഗ്രാമർ 5ഉം ആയിരിക്കും ചോദിക്കുക. ഗ്രാമർ എന്ത് ചെയ്യാം, POQ ഗ്രാമറിന്റെ ബേസിക് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി സെഷണലായിട്ട് എക്സാം കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മതിയാവും. വൊക്കാബുലറി നോക്കുക. വൊക്കാബുലറി ഒത്തിരി ഉണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഒരു 5 വാക്കുകളോ 10 വാക്കുകളോ എല്ലാത്തിന്റെയൊക്കെ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത്. ഓക്കെ, അങ്ങനെ പഠിക്കാം. അതുപോലെ തന്നെ മലയാളത്തിലും ഓരോ ടോപ്പിക് ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്ത് പോയാൽ മതിയാവും. പിന്നെ സയൻസ് ഉണ്ട്, GK ഉണ്ട് കേട്ടോ. GK നമ്മൾ എന്ത് ചെയ്യാം, സാധാരണ ചരിത്രം, എക്കണോമിക്സ്, ബാക്കി എല്ലാമാണ് ഞാൻ GKയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, ഒരു ടോപ്പിക് ഒരു ദിവസം എന്ത് ചെയ്യാം, നിങ്ങൾ തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കുക കേട്ടോ. എന്നുവെച്ചാല് എന്തുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസത്തെ സ്റ്റഡി പ്ലാൻ പറയാനെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് പലർക്കും എന്ത് ചെയ്യും, കോൺസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് അറിയും. ചിലർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര പാടായിരിക്കും. പാടായിട്ടുള്ളവർക്ക് ഓക്കെ, ഒരു ദിവസം അത് പഠിക്കാൻ വേണം. എളുപ്പമായിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷൻ അത് പഠിച്ചിട്ട് അന്ന് പെട്ടെന്ന് അറിയുന്നവരാണ് നിങ്ങൾ, അപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വീക്ക് ആയിട്ടുള്ളത് അതെന്ത് ചെയ്യാം, കൂടുതലായിട്ട് പഠിക്കാം. സ്ട്രോങ് ആയിട്ടുള്ളത് ജസ്റ്റ് വായിച്ചാൽ മതി. അപ്പൊ ഓരോരുത്തരുടെയും അറിവുകളും ഓരോരുത്തരുടെ എളുപ്പം വീക്കും സ്ട്രോങ്ങറും ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഞാനൊരു ടോപ്പിക് ആയിട്ട് പറയാറ്. നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത്, അറിയുന്ന ടോപ്പിക് വീണ്ടും വീണ്ടും വായിക്കേണ്ട, അറിയാത്ത ടോപ്പിക് ഏതാണോ അത് ജസ്റ്റ് ഒന്ന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുക കേട്ടോ. അത് GK എല്ലാത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഓരോരുത്തർക്ക് ഓരോ ഓരോരുത്തർക്ക് GK ഓരോന്നായിരിക്കും സ്ട്രോങ്, ഓരോന്ന് വീക്ക് ആയിരിക്കും. അപ്പം വീക്കർ സെക്ഷനിലുള്ള വീക്കർ ആയിട്ടുള്ളത് കുറച്ച് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഏതാണെന്ന് വെച്ചാൽ ഇപ്പൊ എക്കണോമിക്സ്, ജിയോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയുള്ള ഇന്ത്യ ഭരണം, കേരള ഭരണം, അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെ പഠിക്കുക. അപ്പൊ ഒരുവിധം ഇത്രയും ഒരു ദിവസം നമുക്ക് ചെയ്യാനുണ്ട്. ഈ 5-6 മണിക്കൂറിൽ ഇത്രയും തന്നെ ചെയ്യാൻ ശ്രമിക്കുക. 8-10 മണിക്കൂർ പഠിച്ചാൽ വളരെ നല്ലത്. പിന്നെ കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് എന്ന് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞത്. ഡെയിലി CS ചെയ്യാൻ ശ്രമിക്കുക. പിന്നെന്താണ്, ടോപ്പിക് വൈസ് CA അതങ്ങനെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നൊബേൽ പ്രൈസ് ഉണ്ടാവും, പത്മ പുരസ്കാരങ്ങള്, സ്വരാജ് ട്രോഫി, ഒരുപാട് പുരസ്കാരങ്ങള്, പിന്നെന്താണ് സബ്മിറ്റ്സ്, വേദികള്, സ്പോർട്സ് വേദികള്, അങ്ങനെ ഒരുപാട് ഉണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ആക്കി. അല്ലാണ്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, നമ്മൾ ചെയ്യുന്നത് എന്താണ്, ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. ഓക്കെയാണ്, കണ്ട ഡേറ്റ്സ് ആൻഡ് തീംസ് എല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടും. എല്ലാ മാസത്തെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഡേറ്റ്സ് ആൻഡ് തീംസ് ആയിരുന്നു. ഇതെല്ലാം കൂടി എന്താ ക്യാപ്സ്യൂൾ ആക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് അതൊന്നിരുന്ന് വായിച്ചാൽ മതി. അത് ഓരോന്ന് 20 മിനിറ്റ് 30 മിനിറ്റ് വീഡിയോ മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പൊ എന്ത് ചെയ്യാം, പിന്നെ മൊത്തം കറണ്ട് അഫയേഴ്സും ചെയ്തിട്ടുണ്ട് 2024. അത് നോക്കാം. ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ചെയ്ത് പഠിക്കണം. ഈ ഒളിമ്പിക്സ്, നമ്മുടെ നൊബേൽ പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് തന്നെ പഠിക്കുന്നത്, ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പിന്നെ മന്ത്ലി CA, അതിലായിരിക്കും കുറച്ചുകൂടി പദ്ധതികളും കാര്യങ്ങളൊക്കെ ഓരോ മാസം ഉള്ളത് വരുന്നത്, അത് പഠിക്കാം. പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക. കമ്പൾസറി ആയിട്ട് POQ ടെസ്റ്റ് ചെയ്തിരിക്കണം. LDC മോഡൽ അല്ലെങ്കിൽ 10th മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് എന്ത് ചെയ്യുക കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ GK ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ടോപ്പിക് ഒരു ദിവസം, കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുക, ഒരു ദിവസം ജിയോഗ്രഫി, അങ്ങനെ ഓരോന്നായിട്ട് നോക്കുക കേട്ടോ. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എല്ലാം 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഇതുപോലെ പോണം, കറക്റ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിങ്ങനെയുള്ള എന്താണ് കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും GK ടോപ്പിക്കുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എല്ലാം നമ്മുടെ പച്ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഒക്കെ ഉണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ക്രാഷ് കോഴ്സ് ഉണ്ട് ASMന്റെ, അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ യൂട്യൂബിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ASMന് വേണ്ടിയിട്ട് കോഴ്സ് പ്രത്യേകം ടോപ്പിക് വൈസ് ആയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് കാണുക. എല്ലാവരും എന്ത് ചെയ്യുക, ഈ 3 മാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് അങ്ങ് പരിശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.